പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് പ്രചരിക്കുന്ന ഹിന്ദുക്കൾക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. കൈപ്പറമ്പ് ദേവീക്ഷേത്രത്തിലെ പൂരം ആഘോഷ കമ്മിറ്റിക്കാര് ഓണത്തിന് അവിടെ ഒരു കുറിവച്ചു, അല്ലെങ്കിൽ ഒരു ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ അത് സംഘടിപ്പിക്കാറുണ്ട്. ക്ലബ്ബുകൾ, വായനശാലകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ അവർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് മൊത്തം പോത്തിറച്ചി, കോഴിയിറച്ചി, അങ്ങനെ മത്സ്യമാംസാദികളാണ് ദേവിയുടെ ക്ഷേത്രത്തിലെ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ ആളുകളുടെ അറിവില്ലായ്മ, ഇനി ഇത് ബോധപൂർവമാണോ, കൃത്യമായിട്ട് നമ്മൾ അറിയണം. 1957 EMS കേരളം ആദ്യമായിട്ട് ഭരിച്ചു. തികഞ്ഞ നിരീശ്വരവാദിയായ ഹിന്ദു വിരുദ്ധനായ EMS, അദ്ദേഹത്തിന്റെ പാർട്ടി ഹിന്ദുക്കളെ പഠിപ്പിച്ചു, അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഇങ്ങനെ ഒരുപാട് മുദ്രാവാക്യങ്ങൾ പാർട്ടി നടത്തി. പക്ഷെ ഹിന്ദുക്കൾ മാത്രം ഇത് ഏറ്റെടുത്തു. മതമല്ല മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളൊന്നും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തില്ല. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് ഹിന്ദുക്കളെ പഠിപ്പിച്ചപ്പോൾ ഇതേ കല്ലുകൾ കൊണ്ട് തന്നെയാണ് ചർച്ചും മസ്ജിദും പണിതത് എന്ന് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളായി കമ്മ്യൂണിസ്റ്റുകൾ പഠിപ്പിച്ചില്ല. അല്ലയോ ഹിന്ദു, നീ എന്തിനു വേദങ്ങൾ പരതുന്നു, ചിതലുണ്ടോ എന്നറിയാനോ എന്ന് ഹിന്ദുവിനോട് ചോദിച്ചപ്പോൾ ഖുറാനും ബൈബിളും ഉണ്ടാക്കിയത് ഇതേ കടലാസ് കൊണ്ടാണ് എന്ന് അവരോട് അവൻ പറഞ്ഞില്ല. നീ എന്തൊരു അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ കൊടുക്കുന്ന പൈസ കൊണ്ട് മാനുഷിക കാര്യങ്ങൾ ചെയ്യൂ എന്ന് പൂകാസക്കാരൻ പുരോഗമന കലാസാഹിത്യ സംഘം, കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിജീവികൾ ഹിന്ദു ചെറുപ്പക്കാരെ പഠിപ്പിച്ചു. പക്ഷേ ഈ ക്ലാസ് ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കൊടുത്തില്ല. ഞങ്ങളെല്ലാം കോളേജിൽ ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ SFIക്കാർ പറഞ്ഞു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചു, യേശു മുഹമ്മദോ? അത് തൊട്ട് കളിക്കാനും പാടില്ല. ഇങ്ങനെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട സകലതിനെയും നിന്ദിച്ചും വിമർശിച്ചും ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചിട്ടും ഹിന്ദുക്കൾക്കൊന്നും സംഭവിച്ചില്ല. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞ ആ കാട് പിടിച്ചു കിടക്കുന്ന അമ്പലങ്ങൾക്കിടയിലേക്കാണ് RSSകാരൻ ചെന്നത്. അപ്പോൾ പുതിയൊരു മുദ്രാവാക്യം ഉണ്ടായി, അന്തിക്കമ്പല മുറ്റത്ത് 6 അടി മുളവടി കുറുവടിയേന്തി കവാത്ത് ചെയ്യും RSS എന്നായിരുന്നു. RSSകാരന് ശാഖ നടത്തുവാൻ ക്ഷേത്രത്തിന്റെ ഭൂമി തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. 10 സ്വയംസേവന്മാർ ഒന്നിച്ചിരുന്ന് നെഞ്ചിൽ കൈവച്ച് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ജപിച്ചാൽ അതാണ് ശാഖ. അതിന് ഭാരതത്തിലെ ഏത് ഭൂപ്രദേശവും ഒരുപോലെ പുണ്യമാണ്. എന്നാൽ അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന് ഹിന്ദുവിനെ പഠിപ്പിച്ച് ഹിന്ദുക്കൾ അമ്പലത്തിൽ വരാതെയായി അമ്പലങ്ങളെല്ലാം കാടുപിടിച്ച് മുടിയാൻ തുടങ്ങിയപ്പോൾ അവിടത്തേക്കാണ് ഈ മണ്ണിന്റെ അമ്മയാണ്, ഈ സംസ്കാരം എൻ്റെ മാതാവെന്ന് വിശ്വസിക്കുന്ന RSSകാര് അന്തിക്കമ്പലമുറ്റത്ത് ചെന്ന് അവിടെയുള്ള കാടെല്ലാം ചെത്തി വൃത്തിയാക്കി അവിടെ ഒരു നെയ്ത്തിരി വെച്ചപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു ഭക്തന്മാർ പതുക്കെ അവിടത്തേക്ക് വരികയും ഇന്ന് കാടുപിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രവും കേരളത്തിലോ ഭാരതത്തിലോ ഇല്ല എന്ന് ഹിന്ദുക്കൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അങ്ങനെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുക്കൾ പുനരുദ്ധരിച്ചു. അതിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ ഹിന്ദു പണവും സ്വർണവും കുത്തി നിറച്ചു. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻമാരൊക്കെ വന്ന് ആ ഭണ്ഡാരത്തിലെ പൈസയൊക്കെ എടുത്തെങ്കിലും 1 ലക്ഷത്തോളം ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും 50,000-ൽ പരം ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ 5,000-ത്തിനടുത്ത് ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളത്. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾ നടത്തുന്നു. അപ്പൊ ഹിന്ദുവിന്റെ ഉള്ളിലെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകളും ഹിന്ദു വിരുദ്ധരും 1% പോലും വിശ്വാസം ഇല്ലാത്തവരും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും ഉപദേശക സമിതിയിലും കയറിക്കൂടി. അവരിപ്പോ എന്താ ചെയ്യുന്നത്? ഹിന്ദുവിന്റെ കൂടെ സഞ്ചരിച്ച് ഹിന്ദുവിന്റെ ആളാണെന്ന് ഭക്തരുടെ മുന്നിൽ ചമഞ്ഞ് ഹിന്ദുക്കളെ എങ്ങനെ നശിപ്പിക്കണം, അതുകൊണ്ട് 90% ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രങ്ങളിലും വിളക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് വിളക്കെണ്ണ?
നമ്മുടെ നാട്ടിലെ ബീഫും കോഴിയും എല്ലാം പൊരിച്ച വേസ്റ്റ് എണ്ണ കൊണ്ടുപോയി തമിഴ്നാട്ടിലെ കങ്കായത്ത് കൊണ്ടുപോയി അത് ശുദ്ധീകരിച്ച് അതിൽ പെർഫ്യൂം ചേർത്ത് വരുന്ന ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുന്ന 16 ലിറ്റർ 1200 രൂപയ്ക്കോളം ലഭിക്കുന്ന ഈ തരംതാണ എണ്ണയാണ് ദേവസ്വം ബോർഡ് നടത്തുന്ന ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ക്ഷേത്രത്തിൽ വിളക്ക് വെക്കണമെന്നും ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കണമെന്നും യാതൊരു താല്പര്യവുമില്ല. 2, ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ്, എന്നാൽ ക്ഷേത്രം അവിശ്വാസികൾ നടത്തുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ വിശ്വസിക്കൂ. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് കമ്മ്യൂണിസം. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്ന് പറയുന്നവനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ എന്താണ് കാര്യം? പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഈശ്വരനാണ് സർവ്വതും നിർമ്മിച്ചത് എന്ന് പറയുന്നവരാണ് ഹിന്ദുക്കൾ, വിശ്വാസികൾ. അപ്പൊ അവനാണ് ഗുരുവായൂർ അമ്പലം പണിതത്, അവനാണ് ശബരിമല പണിതത്, വൈക്കവും കാടാമ്പുഴയും പണിതത്. അവിടെ കമ്മ്യൂണിസം എന്ന ആശയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കുവാൻ വിശ്വാസത്തിന്റെ മറപറ്റി നടക്കുന്ന ഈ കമ്മിറ്റിക്കാർ ഈ ദേവിയുടെ ക്ഷേത്രത്തിൽ പോത്തിറച്ചിയും കോഴിയിറച്ചിയും കൊടുത്തതിൽ അത്ഭുതമൊന്നുമില്ല. ഹിന്ദുക്കൾ മത്സ്യമാംസാദികൾ നിഷേധിച്ചവരല്ല, ക്ഷത്രിയന് മാംസം വിധിച്ചതുമാണ്. ഗോമാംസം ഒഴികെ ഹിന്ദുക്കൾക്ക് ഇന്നിന്നേ മാംസങ്ങൾ കഴിക്കുന്നതിന് വലിയ വിലക്കില്ല. എന്നാലും ഈ നാടിന്റെ സംസ്കാരം അനുസരിച്ചുള്ള മാംസമാണ് കഴിക്കേണ്ടത്. ഓരോ നാടിനും അങ്ങനെയാണ്. മത്സ്യമാംസാദി ഇപ്പം ഉത്തരഭാരതത്തിൽ പശുവിനെ കൊന്നതിന്റെ പേരിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പോത്ത് ബിരിയാണി കഴിച്ചതുകൊണ്ടോ കോഴി ബിരിയാണി കഴിച്ചതുകൊണ്ടോ എവിടെയെങ്കിലും പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പം ഗോവിനെ മാതാവായി കണ്ടുകരുതി ആരാധിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഉടമകളാണ് സനാതന ധർമ്മികളായ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗോപാലൻ എന്ന് പറയുന്നത്. ഗോക്കളെ പരിപാലിച്ച് രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത. അപ്പോൾ ആ ഗോവിന്റെ മാംസം ഒഴികെ ഉള്ള മാംസങ്ങൾ ഹിന്ദുക്കളും കേരളത്തിലടക്കം ഭക്ഷിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ ബിരിയാണി വിളമ്പുമോ? ഇല്ല. നമുക്കറിയാം ക്ഷേത്രം ഇന്നിന്നേ കാര്യങ്ങളാവാം, ഇന്നിന്നേ കാര്യങ്ങളായിക്കൂടാ. ഒരു വിദ്യാലയത്തിൽ മദ്യം വിളമ്പാൻ പറ്റുമോ? പറ്റില്ല. കേരള സർക്കാരിന് ഏറ്റവും വരുമാനം ഉണ്ടാക്കുന്നത് ബീവറേജാണ്. 50 രൂപയുടെ മദ്യം 700 രൂപയ്ക്കാണ് ഈ കുടിയന്മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഓരോ സ്ഥലത്ത് ഓരോന്ന് പറ്റും. ഒരു അമ്പല കമ്മിറ്റി എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ 1ാം സമ്മാനം 5 കിലോ പോത്തിറച്ചി എന്ന് പറയുന്നതിന്റെ അനൗചിത്യം, എത്ര ബുദ്ധിശൂന്യരാണ് ഇവർ. ബുദ്ധിശൂന്യത മാത്രമായിരിക്കില്ല, കുബുദ്ധി കൂടെയായിരിക്കും. നാദാപുരത്തിനടുത്ത് പാറക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ പാറക്കടവിനടുത്തായിട്ട് ഒരു മണികണ്ഠ ക്ഷേത്രമുണ്ട്. അവിടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മതമൗലികവാദി, അതായത് നിങ്ങൾ നല്ലവനാണ്, വ്യഭിചരിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറയുന്ന, വിഗ്രഹാരാധകന് നിത്യ നരകം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടുമെന്ന് പറയുന്ന, ഹറാമായ ഭക്ഷണം പന്നിമാംസം ഭക്ഷിക്കുന്നവന് നരകം കിട്ടുമെന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രബോധകനെ മണികണ്ഠ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ചത് അവിടെയുള്ള മതേതരവാദികൾ എന്ന് പറയുന്ന ആളുകളായിരുന്നു. നിങ്ങളുടെ മതേതരത്വമൊക്കെ ക്ഷേത്രത്തിന് പുറത്തായിരിക്കണം. മതവിശ്വാസിയായ ഹിന്ദുവിനുള്ളതാണ് ക്ഷേത്രം, നിങ്ങൾക്ക് അവിടെ മതേതരത്വം കൊണ്ടു നടക്കുവാനുള്ളതല്ല. അബ്ദുൾ സമദ് സമദാനി ഓർക്കാട്ടേരി ചന്തയുടെ ഭാഗമായിട്ട് അവിടെ മഹാക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ സമദാനിയെ കൊണ്ടുവരുന്നു. നമ്മുടെ മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധവിക്കുട്ടിയെ കമല സുരയ്യാക്കി മാറ്റിയ ആളാണ്, അയാളെയാണ് ഓർക്കാട്ടേരിയിലെ കമ്മിറ്റിക്കാർ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഇവിടെയെല്ലാം വികലമായ മതേതര കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന അറിവില്ലാത്ത ഹിന്ദുക്കൾ ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ കയറിക്കൂടി ഹിന്ദുവിന്റെ ക്ഷേത്ര ചൈതന്യത്തെയും ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസങ്ങളെയും നശിപ്പിക്കുമ്പോൾ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അവരോട് പറയണം, നിങ്ങൾ ഹിന്ദുവിന്റെ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഇന്നിന്നേതാവാം, ഇന്നിന്നേതായിക്കൂടാ. ആ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളെ മാനിക്കുവാനും, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദേവിയിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് ഈ കമ്മിറ്റിയിൽ തുടരേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരനോട് എഴുതി വാങ്ങണം ദൈവമുണ്ട് എന്ന്. അമ്പലം ചുമരല്ലേ, വിഗ്രഹം കല്ലല്ലേ എന്ന് പ്രഖ്യാപിച്ചവർക്കുള്ളതല്ല ശബരിമലയും കാടാമ്പുഴയും എന്ന് അവരോട് പറയണം. അതായത് വിശ്വാസിക്കുള്ളതാണ് ക്ഷേത്രം. ആലോചിച്ച് നോക്കൂ, അള്ളാഹു ഇല്ല, പ്രവാചകനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി നടത്തുവാൻ കഴിയുമോ?
യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അന്ത്യനാളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, യേശു പ്രവാചകനേ അല്ലായിരുന്നു എന്ന് പറയുന്ന ഒരാളെ ക്രിസ്ത്യാനിയ പള്ളിയുടെ 7 അയലത്തടുപ്പിക്കുമോ? അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ്, ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന് പറയുന്ന, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന, ഹിന്ദുവിനെ നഖശികാന്തം എതിർക്കുന്ന, ശബരിമലയെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന, സരസ്വതി ദേവിയുടെ ഉടുതുണിയില്ലാതെ ചിത്രം വരയ്ക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അമ്പലത്തിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുവാൻ ഹൈന്ദവ സമൂഹം മുന്നോട്ട് വരണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.